വെൽക്കം ടു ഹംലൂസ് കിച്ചൺ. ഹംലൂസ് കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ പുതിയതായിട്ട് വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. പൈനാപ്പിൾ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇത് പൈനാപ്പിൾ അപ്സൈഡ് ഡൗൺ കേക്കാണ്. ഇതിൽ ഞാൻ ബ്രൗൺ ഷുഗറാണ് കാരമൽ ചെയ്ത് ചേർത്തിട്ടുള്ളത്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി കേക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ആദ്യം കേക്കിന് ഒരു കാരമൽ റെഡിയാക്കണം. അതിനുവേണ്ടി 1/2 കപ്പ് ബ്രൗൺ ഷുഗർ ചേർത്തിട്ടുണ്ട് ഒരു പാനിലേക്ക്. ഈ ബ്രൗൺ ഷുഗറിന് പകരം സാധാരണ ഷുഗർ ചേർത്താലും മതി. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ചേർത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇത് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും. ബട്ടർ മെൽറ്റ് ആകുന്നത് വരെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ബട്ടറൊക്കെ മെൽറ്റായി, ഷുഗറും മെൽറ്റായിട്ടുണ്ട്, ബബിൾസൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാൻ ഒരു ബേക്കിംഗ് ട്രേ ബട്ടർ പേപ്പറൊക്കെ ഇട്ട് എടുത്തിട്ടുണ്ട്. ഇതിൽ ബട്ടർ ഗ്രീസ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ കാരമൽ ഒഴിച്ചു കൊടുക്കാം. ബ്രൗൺ ഷുഗർ ഡാർക്ക് ബ്രൗൺ ഷുഗർ എടുത്തതുകൊണ്ടാണ് ഇത്ര കളറായിട്ടിരിക്കുന്നത്. ഇതെല്ലായിടവും നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി പൈനാപ്പിളിൻ്റെ സ്ലൈസസ് ആണ് ചേർക്കുന്നത്. ഞാൻ ഫ്രഷ് ആയിട്ടുള്ള പൈനാപ്പിളാണ് ചേർത്തിട്ടുള്ളത്. ഇതിന് പകരം ക്യാനിൽ വാങ്ങിക്കാൻ കിട്ടുന്ന പൈനാപ്പിൾ യൂസ് ചെയ്താലും മതി. എല്ലായിടവും ഈ പൈനാപ്പിളിൻ്റെ പീസസ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഓരോ പീസിൻ്റെ സെൻറ്ററിലായിട്ട് ഓരോ ചെറി വെച്ച് കൊടുക്കാം. കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കുന്ന സമയത്ത് ഈ കാരമൽ ഒന്ന് തണുത്ത് കിട്ടും. മാറ്റിവെക്കാം. ഇതിലേക്ക് കേക്ക് ബാറ്റർ തയ്യാറാക്കുന്നതിന് വേണ്ടി 2 മുട്ട എടുത്തിട്ടുണ്ട്. ഈ മുട്ട റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്. ഇതിലേക്ക് 1 നുള്ളു ഉപ്പും ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഈ ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാര ഞാൻ പൊടിക്കാതെയാണ് ചേർക്കുന്നത്. പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി. കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ഹൈ സ്പീഡിൽ തന്നെ ഇട്ടിട്ട് ഇത് ബീറ്റ് ചെയ്തെടുക്കണം. അതേപോലെ ഈ മുട്ട എടുക്കുമ്പോൾ ഈ ബൗളൊക്കെ നല്ല ഒട്ടും നനവില്ലാത്ത തന്നെ ബൗൾ എടുക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇത് നല്ലപോലെ പതഞ്ഞ് കിട്ടില്ല. ഇപ്പോൾ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ ഇതിൽ നന്നായിട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. ഒരു 1/4 കപ്പ് പൈനാപ്പിൾ ജ്യൂസ് കൂടി ഒഴിക്കാം. ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ പൈനാപ്പിൾ ജ്യൂസിന് പകരം 1/4 കപ്പ് പാല് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിന് പകരം വീറ്റ് ഫ്ലോർ എടുത്താലും മതി. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ ഫ്ലോർ ഈ മുട്ടയുടെ മിക്സിലേക്ക് ഒരു 3-4 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തിട്ട് ലോ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഈ ബീറ്റർ ഇല്ലാത്തവർ ഒരു മിക്സിയുടെ ജാറ് നല്ല ക്ലീൻ ആയിട്ടുള്ള ഒട്ടും നനവില്ലാത്ത ജാറിലേക്ക് ഈ മുട്ട ഒന്ന് ബീറ്റ് ചെയ്തിട്ട് അതിലേക്ക് പഞ്ചസാരയും ചേർത്ത് ബീറ്റ് ചെയ്തിട്ട് ഇതേപോലെ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. കേക്കിൻ്റെ ബാറ്ററൊക്കെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഈ കാരമലൊക്കെ ഇപ്പോൾ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഓവൻ ഞാൻ 170 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 45 മിനിറ്റ്സ് ആണ് ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. ബേക്ക് ചെയ്തെടുക്കാം. അപ്പം ഞാൻ കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു വയർ റാക്കിൻ്റെ മുകളിലേക്ക് കേക്ക് തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. സ്ക്യൂവർ കൊണ്ട് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ കേക്ക് കറക്റ്റായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. സ്ക്യൂവർ ക്ലീൻ ആയിട്ടാണ് വന്നത്. കേക്ക് തണുത്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. കാണുമ്പോൾ തന്നെ അറിയാലോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു കേക്കാണ്. അടിപൊളി ടേസ്റ്റാണ് ഈ കേക്കിന്. പൈനാപ്പിളിൻ്റെ ടേസ്റ്റും അതേപോലെ ക്യാരമലിൻ്റെ ടേസ്റ്റൊക്കെ ഇതിൻ്റെ മുകൾ ഭാഗത്തുണ്ട്. അതേപോലെ കേക്കും നല്ല സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ കേക്ക് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഹംലൂസ് കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.